ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മുതിർന്ന ഹമാസ് കമാൻഡറെ വധിച്ചതായി ഇസ്രായേലി പ്രതിരോധ സേനയും ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയും അറിയിച്ചു. ഡിസംബർ 13 പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ആയുധ ഉൽപാദന ആസ്ഥാനത്തിന്റെ തലവനെന്നും ഒക്ടോബർ 7 ക്രൂരമായ കൂട്ടക്കൊലയുടെ ശില്പികളിൽ ഒരാളെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന റായിദ് സാദിനെ ഇല്ലാതാക്കിയതായി IDF പറഞ്ഞു. കൊലപാതക നടപടി എന്ന് വിശേഷിപ്പിച്ചതിന്റെ ഒരു വീഡിയോയും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. ഒക്ടോബർ 7 ആക്രമണത്തിന് മുൻപ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിനായി എല്ലാത്തരം ആയുധങ്ങളും നിർമ്മിക്കുന്നതിന്റെ ഉത്തരവാദിത്തം സാദിനായിരുന്നു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിനായുള്ള എല്ലാ ആയുധങ്ങളുടെയും നിർമ്മാണത്തിന് അദ്ദേഹം ഉത്തരവാദിയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ ആയുധ നിർമ്മാണ ശേഷി പുനർനിർമ്മിക്കുന്നതിന്റെ ചുമതലയും സാദിനായിരുന്നുവെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം നടത്താൻ ഹമാസ് ആവർത്തിച്ച് ശ്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ആക്രമണം നടത്തിയതെന്നും IDF കൂട്ടിച്ചേർത്തു. സമീപ ആഴ്ചകളിൽ IDF സൈനികർക്കെതിരെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ഹമാസ് തീവ്രവാദ സംഘടന ആവർത്തിച്ച് ശ്രമിച്ചതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് കരാറിന്റെ നഗ്നമായ ലംഘനമാണ്. വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് തങ്ങളുടെ സൈനിക ശക്തി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അത് കൂട്ടിച്ചേർത്തു. IDFന്റെ അഭിപ്രായത്തിൽ റായിദ് സാദ് ഹമാസിന്റെ സേനാ വികസനത്തിന് നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ ഉന്മൂലനം ഹമാസിന്റെ കഴിവുകൾ പുനഃസ്ഥാപിക്കാനുള്ള കഴിവിനെ ഗണ്യമായി കുറയ്ക്കുന്നു. ഗാസ മുനമ്പിൽ അവശേഷിക്കുന്ന അവസാനത്തെ മുതിർന്നതും പരിചയസമ്പന്നവുമായ ഹമാസ് കമാൻഡർമാരിൽ ഒരാളായിട്ടാണ് ഇസ്രായേൽ സൈന്യം സാദിനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം നിരവധി ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി മേധാവി മർവാൻ ഇസയുടെ അടുത്ത അനുയായിയായിരുന്നു. IDFന്റെ കണക്കനുസരിച്ച് സാദ് നേരത്തെ ഗാസ സിറ്റി ബ്രിഗേഡ് സ്ഥാപിക്കുകയും കമാൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ഗാസ മുനമ്പിൽ ഹമാസിന്റെ നാവികസേന സ്ഥാപിക്കുന്നതിലും അദ്ദേഹം പങ്കാളിയായിരുന്നു. ബ്രിഗേഡ് കമാൻഡറായി സേവനമനുഷ്ഠിച്ച ശേഷം ഹമാസിന്റെ ഓപ്പറേഷൻസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലവനായി സാദിനെ നിയമിച്ചു. ഈ റോളിൽ അദ്ദേഹം നുക്ബ ബറ്റാലിയനുകൾ സ്ഥാപിക്കുകയും ജെറീക്കോ മതിൽ പദ്ധതി രൂപപ്പെടുത്തുന്നതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്കുള്ള ഹമാസിന്റെ പദ്ധതികൾക്ക് അടിസ്ഥാനമായി ഇത് മാറി. പിന്നീട് അദ്ദേഹം ആയുധ ഉൽപാദന ആസ്ഥാനത്തിന്റെ തലവനായി നിയമിതനായി. അവിടെ അദ്ദേഹം ഹമാസ് പോരാളികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ നിർമ്മാണം നിരീക്ഷിച്ചു. ഗാസയിലെ പോരാട്ടത്തിനിടെ സാദിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്ഫോടക വസ്തുക്കൾക്ക് നിരവധി ഇസ്രായേലി സൈനികരുടെ മരണത്തിന് കാരണമായതായി IDF അവകാശപ്പെട്ടു. യുദ്ധകാലത്ത് ആയുധ നിർമ്മാണം ആസ്ഥാനം നിർമ്മിച്ച സ്ഫോടക വസ്തുക്കൾ മൂലം ഗാസ മുനമ്പിൽ കൊല്ലപ്പെട്ട നിരവധി സൈനികരുടെ മരണത്തിന് സാദ് ഉത്തരവാദിയായാണ് പ്രസ്താവനയിൽ പറയുന്നത്. വെടിനിർത്തൽ കാലയളവിലും സാദ് ആയുധ നിർമ്മാണം തുടർന്നതായി ഇസ്രായേൽ സൈന്യം ആരോപിച്ചു. വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്കും വെടിനിർത്തൽ സമയത്ത് ഗാസ മുനമ്പിൽ ആയുധ നിർമ്മാണം തുടരുന്നതിനും സാദ് നേരിട്ട് ഉത്തരവാദിയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞു, ഗാസ മുനമ്പിലെ മഞ്ഞ മേഖലയിൽ ഇന്ന് നമ്മുടെ സേനയ്ക്ക് പരിക്കേറ്റ ഹമാസ് സ്ഫോടക വസ്തു സജീവമാക്കിയതിനുള്ള പ്രതികരണമായാണ് സാദ് കൊല്ലപ്പെട്ടത്. ഭീകര സംഘടനയെ പുനഃസ്ഥാപിക്കുന്നതിലും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടത്തുന്നതിലും ഒരു ആക്രമണ സേനയെ പുനർനിർമ്മിക്കുന്നതിലും ഹമാസ് കമാൻഡർ ഏർപ്പെട്ടിരുന്നുവെന്നും ഇത് വെടിനിർത്തൽ നിയമങ്ങളുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ മാനിക്കാനുള്ള ഹമാസിന്റെ പ്രതിബദ്ധതയുടെയും നഗ്നമായ ലംഘനമാണെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്.